പുളി തിന്നുമ്പോൾ ഇങ്ങനെ ഇതിനി പുളിയൊക്കെ ഇച്ചിരി അങ്ങോട്ട് അവിയണം കേട്ടോ, വെന്തട്ടെ. സൂപ്പർ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡെയ്സി. ഇന്ന് ഞാനിവിടെ എന്താ നിൽക്കുന്നതെന്ന് അറിയാവോ? ഇന്നിവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് ഞാൻ എന്താ പറയുക, എന്നാ പറയാനാ, നമുക്ക് ഈ ചിലിമ്പിയുടെ ചോട്ടിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ചിലിമ്പിപ്പുള്ളിയുടെ ചോട്ടിൽ വന്ന് നിന്നിട്ട് ഇന്ന് ഇച്ചിരി നമുക്ക് കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ചിലിമ്പിപ്പുള്ളി ഇട്ട് പീര വെച്ചാലോ നമുക്ക്. അപ്പോൾ ചിലിമ്പിപ്പുള്ളി ഇട്ടൊരു പീരക്കറി ഉണ്ടാക്കാം നമുക്ക്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അങ്ങനെ ഒരു നാടൻ കറി, അതും പണ്ടത്തെ കറി തന്നെയാണ്. പണ്ടുള്ള കാരണവന്മാർക്ക് കുടംപുളിയോ വാളംപുളിയൊന്നും അല്ല ഇട്ട് വെച്ചോണ്ടിരുന്നത്. മത്തിപ്പുളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പുളി. അങ്ങനത്തെ പുളിയും ഈ ചിലിമ്പി പുളി ഇങ്ങനെയുള്ളതൊക്കെയാണ് അവർ മീനിനകത്തിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നാടൻ കറി എന്ന് തന്നെ പറയാം. ചിലിമ്പിപ്പുളി ഇട്ടുള്ളൊരു മീൻ പീര അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വാ കൂട്ടുകാരെ, നമുക്ക് പുളി പറിക്കാന്നേ. പുളി പറിച്ചിട്ട് കൊണ്ടേ കറി വെക്കാം. വാ. ഇത് കണ്ടോ, നമ്മുടെ പുളി കിടക്കുന്ന കണ്ടോ? അപ്പം നമുക്ക് മീനിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വലിപ്പമുള്ള പുളി വേണ്ട, ഒത്തിരി പുളിയായിപ്പോവും. നമുക്ക് ഇങ്ങനെ ചെറിയ പുളി മതിയേ, കുറച്ച് പുളി മതി മീനിനകത്ത് ഇടാനായിട്ട്. കുറച്ച് പുളി എടുത്താൽ മതി. ഇതിനകത്ത് ഇപ്പം എല്ലാ സൈസ് പുളിയുണ്ട്, എല്ലാ സൈസ് പുളിയുണ്ട്. ഏത് വലിപ്പത്തിൽ വേണമുള്ളതുണ്ട്. ഒത്തിരി വലിപ്പത്തിലുള്ള എടുക്കുമ്പോഴേ അത് ഒരുപാട് പുളിയായി. തീരെ ചെറുതുമല്ല, ഒത്തിരി വലുതുമല്ല, ഈ പരുവത്തിലുള്ളത്. ഇത് കൂടെ ഒരു കുറച്ച് പുളി വരച്ചിട്ട് നമുക്ക് മീൻ ഇത് കീറിയിട്ടിട്ട് മീൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുളി പറിക്കട്ടെ. ഞാൻ പുളി പറിച്ച് കഴിഞ്ഞ് കാണിച്ചു തരാവേ. നല്ല പുളി നോക്കി ഒരെണ്ണം പറിച്ചെടുക്കാവേ. നല്ല പുളി നോക്കി ഒരെണ്ണം പറിച്ചിട്ട് നമുക്ക് തിന്ന് നോക്കാം. എല്ലാവരുടെയും വായി വെള്ളം വരുമല്ലോ. പുളി തിന്നാൻ കൊതിയാവുന്നുണ്ടോ എല്ലാവർക്കും? എനിക്കാവുന്നുണ്ട്. പുളി കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? ഉപ്പ് കൂട്ടിയൊക്കെ തിന്നണോ? അതിനങ്ങ് ഉപ്പ് കൂട്ടി തിന്നാതെ തിന്ന് കാണിക്കട്ടെ. പുളി തിന്നട്ടെ. തിന്നോ. പുളി തിന്നുമ്പോ ഇങ്ങനെ പുളിയാ. എന്നാ എല്ലാവർക്കും പുളി തിന്നാന്. എല്ലാവരും എടുത്ത് ഓരോന്ന് കഴിച്ചോ. കൊതിയാകുന്നവരൊക്കെ ഇതിനകത്തൊന്ന് എടുത്ത് കഴിച്ചോ. നമ്മളേ ഇത് പുളി ഇട്ടിട്ട് മീൻകറി വെക്കാൻ പോവാ, മീൻ പീര വെക്കാൻ പോവാ. ഇത് കണ്ടില്ലേ, പുളിയാ ഇത്. എന്നാ വേണം? ജിങ്കി ഇന്ന് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുക അല്ലേ? എന്നാ വേണടി ജിങ്കി? എന്നാ വേണം? എന്നാണ് എന്നാണ് എന്നാ പറ്റിയേ? അയ്യോ, നിനക്ക് എൻ്റെ മണ്ടേ കയറണം എപ്പോൾ കണ്ടാലും അല്ലേ? ഏതോ പട്ടി കുറച്ചു ഓടി. അപ്പം നമുക്ക് കറി വെക്കാൻ പോകാം അല്ലേ? അപ്പം കറി വെക്കാം. അപ്പം നമ്മൾ ഈ ചിലിമ്പിപ്പുളി പറിച്ചുകൊണ്ട് വന്നില്ലേ, നമ്മുടെ ഇതിൻ്റെ തലയും വാലും നമുക്കിങ്ങനെ ചെത്തിക്കളയാം. ഇത് കണ്ടോ, ഇതിൻ്റെ തലയും വാലും ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് അരിഞ്ഞ് നമുക്ക് മീൻ്റെ കൂട്ടത്തിലിട്ട് നമുക്ക് നല്ലൊരു പീരക്കറി, മത്തിപ്പീര, ചിലിമ്പിപ്പുളി ഇട്ട മത്തിപ്പീര ഉണ്ടാക്കാം. ഇത് നമ്മളിങ്ങനെ കണ്ടിച്ചിട്ടിട്ട് നല്ലപോലെ കഴുകണം കേട്ടോ. കഴുകിയിട്ട് അരിഞ്ഞിടാവുള്ളൂ. ഇതും കൊണ്ട് ക്ലിയർ ആയിട്ടില്ല. ഇതിൻ്റെ തലയും പാലും കണ്ടിച്ച് എന്നിട്ട് നമ്മൾ നല്ല വാഷ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ പുളി തേണ്ട കഴുകിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ കണ്ടിച്ചെടുക്കുവാണേ. മീനിൻ്റെ ആകൃതി തന്നെ പുളിയും കിടക്കട്ടെ, മത്തിയുടെ ആകൃതിയിൽ പുളിയും കിടക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇടുന്നത്. ഇങ്ങനെ കണ്ടിച്ചെടുക്കാം നമുക്കെല്ലാം. കണ്ടോ, പാകത്തിനുള്ള പുളിയാണ്. അപ്പോൾ നമുക്ക് മീനുള്ള അരപ്പ് ഒന്ന് ഒതുക്കിയെടുക്കാവേ. തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാനോ. ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട്, പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. എന്തൊക്കെയാ ഇട്ടത് ഇതിനകത്ത്? അതിനകത്ത് മഞ്ഞളും മുളകും തേങ്ങ മാത്രം ഒരു ഇച്ചിരി ഇട്ടത്. അത് തേങ്ങ, മഞ്ഞൾ പൊടി, മുളക് പൊടി. അത് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇട്ടാൽ പിന്നെ മുളക് പൊടി ഇടണ്ട. കാന്താരി ഇടണം, നല്ലതാ അല്ലേ? കാന്താരി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ നല്ല എരിവുള്ള കൊമ്പമുളക് വേണം. അപ്പോഴേ മീൻ പീരയ്ക്ക് നല്ല ഇത് വരുള്ളൂ. അപ്പോൾ അത് കാരണം ഇച്ചിരി പൊടി അതിനകത്ത് ചേർത്തത്. അതൊന്ന് വെറുതെ ഒന്ന് കറക്കി ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ചേർത്തത്. ഇനി നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ബാക്കിയും കൂടെ ഇട്ട്
കറക്കി ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞമ്മത്തി ഇതാണ് കേട്ടോ, കണ്ടോ? കുഞ്ഞമ്മത്തികൾ നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ച് പീര വറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിനി ഓരോരോ സാധനങ്ങളൊന്ന് ഇട്ട് കൊടുത്താലോ? നമുക്ക് പീര വറ്റിക്കാനുള്ളത് പുളിയിടാം. ചെറുമിപ്പുളി, കുഞ്ഞമ്മത്തിക്ക് വേണ്ട പുളി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാ പുളി. അത് പുളി ഒത്തിരി ആയിപ്പോയാൽ മീൻ തിന്നാൻ കൊള്ളില്ലല്ലോ, പാകത്തിനിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം? കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ച ഉള്ളി. പീര വറ്റിക്കാനായത് കാരണമാണ് അങ്ങനെ. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് എന്ത് വേണം? അടുത്തത് ഉപ്പ്. അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പുളിക്കും മീനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? നമ്മുടെ അരപ്പിട്ട് കൊടുക്കുന്നു. ഒതുക്കി വെച്ച അരപ്പ്, ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി ഒതുക്കത്തേ ഉള്ളൂ. പീരയല്ലേ, അരക്കത്തൊന്നുമില്ല അല്ലേ? പീര അങ്ങനെ എല്ലാം ആയി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണോ? അതിന് വേഗം പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കണം. ഇനി ഇച്ചിരി അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ അല്ലേ? നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പില ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കണം. നല്ല മണവും ഗുണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പീരക്കറിയല്ലേ, അതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ കൂട്ടി യോജിപ്പിക്കണം അല്ലേ? എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന പോലെ കൈ കൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കണം. ഉണ്ടോ? അപ്പം നമുക്കിച്ചിരി കരിയാപ്പില തണ്ടോട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മൺചട്ടിക്കകത്താണ് പീര വറ്റിക്കുന്നത്. അത് മീൻ അടിക്ക് പിടിക്കാതിരിക്കാനാ? പിടിക്കാതെ ഇരിക്കും, നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മൾ ഇച്ചിരി അടിക്ക് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ തിരുമ്മി കൂട്ടിയേക്കുന്ന ഈ മീൻ പീരേനെ നമ്മളിങ്ങനെ അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കുവാണ്. ഓരോരുത്തർക്കും ഓരോ രീതി വെക്കാം കേട്ടോ. ഞാനിങ്ങനെ എല്ലാം കൂടെ ആകാൻ വേണ്ടി യോജിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരുമ്മി എല്ലാം. അപ്പം എല്ലായിടത്തും ആകുമല്ലോ നമ്മൾ തിരുമ്മി കൂട്ടുമ്പോഴേ. അല്ലെങ്കിൽ നമ്മൾ തവി വെച്ചടക്കുമ്പോൾ മീൻ പൊടിഞ്ഞൊക്കെ പോയിരിക്കും. മീൻ വെന്ത് കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മെല്ലെ ഇളക്കിയാൽ മതി. എല്ലായിടത്തും അങ്ങോട്ട് അതിൻ്റെ എന്തോ പറയുക, അതിൻ്റെ എല്ലാം പുളിയും ഉപ്പും രുചിയും എല്ലാം എരിവും എല്ലാം അങ്ങ് പിടിക്കൂലേ, ഇറങ്ങൂലേ. ഇത് ഇനി പുളിയൊക്കെ ഇച്ചിരി അങ്ങോട്ട് അവിയണം കേട്ടോ, വെന്തട്ടെ. ഇപ്പോൾ പച്ചയ്ക്ക് കിടക്കുമല്ലേ പുളി. വെന്ത് കഴിയുമ്പോൾ പുളീനൊന്നും ആരും കാണൂല. വെന്ത് കഴിയുമ്പോൾ പുളി അങ്ങ് താന്നു പോകും. അപ്പം മീനും ഓട്ടോമാറ്റിക്ക് അങ്ങോട്ട് അവിഞ്ഞു പോകും. ഇനി നമുക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാതെ അത് വേകാനുള്ള ഒത്തിരി വേണ്ട, അത് വേകാനുള്ള ഇത് മാത്രം തീക്കകത്ത് കിടന്ന് അത്രയും വെള്ളം മതി. അപ്പോൾ നമുക്ക് തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം. തീ കത്തിച്ച് കൊടുത്തു. ഇനി അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെ മൂടി വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്ന് മെല്ലെ വേകട്ടെ. അപ്പോൾ നമ്മുടെ മീൻ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. ആഹാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതാ എല്ലാം പറ്റിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം വെന്തു, പീരയെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ചട്ടിയല്ലേ, ചട്ടിക്ക് നല്ല ചൂടാണ്. അതുകൊണ്ട് ചട്ടിയിൽ ഇരുന്ന് അങ്ങോട്ട് ഇതാകും. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ലാസ്റ്റത്തെ സൂത്രം ചെയ്യണം. അപ്പം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങ് ചുറ്റി ചൊഴിച്ച് കൊടുക്കാം മീൻ പീരയ്ക്കകത്തോട്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് അല്ലേ? ഇനി മെല്ലെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നമ്മുടെ കറി ഫിനിഷായി. അപ്പം ഞങ്ങളുടെ മീൻ പീര ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. കറി ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കറി ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കുക. അപ്പം നമ്മുടെ മീൻ പീര ഇവിടെ ഫിനിഷായേ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എന്തോ നമ്മുടെ മീൻ പീര കൂട്ടി കഞ്ഞി കുടിക്കാനിരിക്കുവാണോ നീയാ? അതെ. എന്നാ പിന്നെ നമ്മുടെ ചിലിമ്പിപ്പുളി ഇട്ട മീൻ പീര എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. പിന്നെ ചെറുപയർ കറിയും ഉണ്ട് കൂടത്തില്. അത് മീൻ പീര എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നമ്മളെ ചിലിമ്പിപ്പുളി ഇട്ട് പീര വറ്റിച്ചതാ. കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് പറയണേ.
സൂപ്പർ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളി. പീരക്കറി നല്ലതാണോ? ആ. പുളി ഇട്ടുണ്ടാക്കിയത് എങ്ങനെയുണ്ട്? നമ്മൾ ചില്ലിപ്പുളി ഇട്ടായിരുന്നു വെച്ചത്. ഉം. എങ്ങനെയുണ്ട്? ചിലമ്പി പുളി ഉണ്ടല്ലോ. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. കൊള്ളാം. എങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്. ടാറ്റാ. ടാറ്റാ.